പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 28-ാം ദിനം. ചുവന്ന പായസം. വിശന്ന് തളർന്ന് വയലിൽ നിന്നും വന്ന ഏശാവ് അനുജൻ യാക്കോബ് തയ്യാറാക്കിക്കൊണ്ടിരുന്ന പായസത്തിൽ ആർത്തി പൂണ്ടു. വിശന്നു തളർന്ന എനിക്ക് ജ്യേഷ്ഠാവകാശം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചിന്തിച്ച ഏശാവ് ഒരു കോപ്പ പായസത്തിനു വേണ്ടി ജ്യേഷ്ഠാവകാശം വിൽക്കാൻ തയ്യാറായി. വിശപ്പും ക്ഷീണവും തളർച്ചയുമെന്ന താൽക്കാലിക ആവശ്യത്തിൻ്റെ സമ്മർദ്ദം മൂലം സമൂഹത്തിൽ അതിശ്രേഷ്ഠമായി കരുതിയിരുന്ന ജ്യേഷ്ഠാവകാശം അവൻ വിട്ടുകളഞ്ഞു. യഹൂദ ആചാരപ്രകാരം ദൈവം, കുടുംബം, സ്വന്തം പിതാവ് എന്നിവരുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവനാണ് ആദ്യ സന്താനം. അവൻ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവനും പിതാവിൻ്റെ ഓഹരിയുടെ മുഖ്യ അവകാശിയുമാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി പിതാവിൻ്റെ പാരമ്പര്യ അനുഗ്രഹങ്ങൾക്ക് അർഹനാകുന്ന വ്യക്തി കൂടിയാണ് മൂത്തപുത്രൻ. ഉൽപ്പത്തി 27-ാം അധ്യായം ഇത് സൂചിപ്പിക്കുന്നു. ഇത്രയേറെ മൂല്യമുള്ള ജ്യേഷ്ഠാവകാശമാണ് വിശന്നലഞ്ഞ എനിക്ക് ജ്യേഷ്ഠാവകാശം കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചോദിച്ചുകൊണ്ട് ഏശാവ് നിസ്സാരമായി തള്ളിക്കളഞ്ഞത്. യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ച് പാനം ചെയ്തു എഴുന്നേറ്റ് പോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു എന്നാണ് ഉൽപ്പത്തി 25:33 രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ യഥാർത്ഥ മൂല്യവും സ്ഥാനവും എന്താണെന്നറിയാത്ത, അവയെ അവഗണിച്ച ഒരുവന്റെ സ്വഭാവം ഇവിടെ പ്രകടമാകുന്നു. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനായി തീരാതിരിപ്പാൻ കരുതിക്കൊള്ളുവീനെന്ന് എബ്രായ ലേഖനകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എബ്രായർ 12:15. താത്കാലിക മാനസിക ശാരീരിക ആവശ്യങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി അപ്പോഴപ്പോൾ ഉണ്ടാകുന്ന താല്പര്യങ്ങളുടെ പ്രേരണയ്ക്കനുസരണമായി ആത്യന്തിക ലക്ഷ്യങ്ങളെയും സ്വന്തം നിലയെയും വിലയെയും മറക്കുന്ന മനുഷ്യരെ ഇന്നും എവിടെയും കണ്ടുമുട്ടാൻ കഴിയും. ആസ്വാദ്യതയുള്ള ചുവന്ന പായസങ്ങളുടെ മുൻപിൽ തങ്ങളുടെ നിലപാടുകളും കടമകളും ഉത്തരവാദിത്വങ്ങളും സൗകര്യപൂർവ്വം മറന്നിട്ട് തീറ്റയും കുടിയും കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഏശാവുമാരുടെ എണ്ണം എവിടെയും പെരുകി വരുന്നു. താത്കാലിക നേട്ടങ്ങൾക്കു വേണ്ടി ദൈവികമായി ലഭിച്ച അനുഗ്രഹങ്ങളും പദവികളും, എന്തിന് ദൈവവിശ്വാസം പോലും ത്യജിച്ച് ജീവിക്കുന്ന വ്യക്തികൾ ഏറി വരുന്നു. ഇവിടെ ഏശാവിൻ്റെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലും കടന്നു വരാതിരിക്കാൻ നമുക്ക് മനഃപൂർവ്വം ശ്രദ്ധിക്കാം. താൽക്കാലിക നേട്ടങ്ങൾക്കു വേണ്ടി ആത്യന്തികമായ ലക്ഷ്യങ്ങളെ നമുക്ക് നഷ്ടപ്പെടുത്താതെയിരിക്കാം. ആയതിന് ഈ നോമ്പാചരണം നമുക്ക് ഇടയാകട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.